ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 12 ഭക്തിയോഗം. ശ്ലോകം 15. യസ്മാനോദ്യുജതേ ലോകോ ലോകാന്യോദ്യുജതേ ചയഃ ഹർഷാമർഷഭയോദ്യോഗൈർ മുക്തോ യഃ സച മേ പ്രിയഃ. വിവർത്തനം. ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്, ആരാണോ ഏതൊരുവനാലും അസ്വസ്ഥനായി തീരാത്തത്, സുഖദുഃഖങ്ങളിലും ഭയോത്കണ്ഠകളിലും സമചിത്തനായിരിക്കുന്നവനാരാണോ, അങ്ങനെയുള്ള എൻ്റെ ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ഭാവാർത്ഥം. ഭക്തന്റെ ഗുണവിശേഷങ്ങളിൽ ചിലത് വീണ്ടും വിവരിക്കുന്നു. ഒരു ഭക്തനിൽ നിന്ന് ആർക്കും ആശങ്കയ്ക്കോ ഭയത്തിനോ അസന്തുഷ്ടിക്കോ ഇടയില്ല. അയാൾ ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല. ഏവരോടും കനിവുള്ള അയാൾ മറ്റുള്ളവർക്ക് ഉദ്യോഗകരമായ പ്രവൃത്തിയൊന്നും ചെയ്യുകയില്ല. അതേസമയം തന്നെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർ പെരുമാറിയാൽ അയാളിൽ ഒരു കുലുക്കവും കാണുകയുമില്ല. ഭഗവത് കരുണ മൂലം ബാഹ്യങ്ങളായ അസ്വാസ്ഥ്യങ്ങളിലൊന്നും ക്ഷോഭിക്കാതിരിക്കാനുള്ള ശിക്ഷണം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഭക്തൻ എപ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭൗതിക പരിതസ്ഥിതികൾ അയാളെ ബാധിക്കുകയില്ല. പൊതുവെ ഭൗതിക തൽപരനായ വ്യക്തി ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും സുഖപ്രദങ്ങളായ അനുഭവങ്ങളിൽ സന്തുഷ്ടി കൊള്ളും. പക്ഷേ മറ്റുള്ളവർ അത്തരം സുഖങ്ങൾ അനുഭവിക്കുകയും തനിക്കവ കൈവരാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾ ദുഃഖിക്കുന്നു. അയാൾക്ക് അസൂയ തോന്നുന്നു. ഒരു ശത്രു തന്നോട് പകരം വീട്ടുമെന്നോർക്കുമ്പോൾ അയാൾ ഭയാക്രാന്തനാവുന്നു. തൻ്റെ ഏതെങ്കിലും പ്രവർത്തനം വിജയത്തിലെത്തുന്നില്ലെങ്കിൽ വിഷണ്ണനാകുന്നു. ഇത്തരം അസ്വാസ്ഥ്യങ്ങൾക്ക് അതീതനായി വർത്തിക്കുന്ന ഭക്തൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവനത്രേ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.